വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചലഞ്ച് വീഡിയോ ആണ്. ചലഞ്ചിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ ഗസ് ദ വോയിസസ് ഓഫ് ദ സെലിബ്രിറ്റീസ്. ഇവിടെ ഒരു 5 സെലിബ്രിറ്റീസിനെ കണ്ടുവച്ചിട്ടുണ്ട്. ഞാനും 5 സെലിബ്രിറ്റീസിനെ കണ്ടുവച്ചിട്ടുണ്ട്. അവരുടെ സൗണ്ട് നമ്മൾ കേൾപ്പിക്കും. ആ സൗണ്ടിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആ ആക്ടർ ഓർ ആക്ട്രസ് അത് ആരാന്ന് കണ്ടെത്തണം. അതാണ് നമ്മൾ ഇന്നത്തെ ചലഞ്ച്. റൂൾസ് ഉണ്ട്. 5 ക്ലൂ വരെ മാക്സിമം ക്ലൂ തരാം. 5 എനിക്കും തരാം, ഞാൻ അവർക്കും 5 ക്ലൂ വെച്ച് കൊടുക്കാം, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ തുടങ്ങാം. Pretty simple actually. I remember since the time I can remember things. I remember always wanting to. ഇത് മൊത്തം ഞാൻ കേൾപ്പിച്ചല്ലോ. ഒന്നും കൂടി വെക്കോ? അല്ലെ ക്ലൂ 5 ക്ലൂ ഇല്ലേ? ഒരെണ്ണം പറ. ഒന്നാമത്തെ ക്ലൂ കേട്ടാ തന്നെ മനസ്സിലാതെ ആരാ. ഒന്നാമത്തെ ക്ലൂ, ആളുടെ വൈഫ് ഒരു ആക്ട്രസ് ആണ്. വിരാട് കോഹ്ലി. എനിക്ക് കേട്ടപ്പോൾ ഡൗട്ട് തോന്നി, പക്ഷേ ഓക്കെ. ഒരു പോയിന്റ് 1-0. ഞാൻ കേൾപ്പിക്കാം. ஒரே ப்ராப்ளம், ஒரே டிப்ரஷன், ஒரே பிரச்சனை அப்படினு சொல்லிட்டே இருக்காங்க. ധനുഷ് பிடிச்சத உங்களுக்காக பண்ணிட்டு போயிட்டு ഉറപ്പിച്ച? അയ്യോ അല്ലേ, ഒന്നും കൂടി ഒക്കെ. ஒரே ப்ராப்ளம், ஒரே டிப்ரஷன், ஒரே பிரச்சனை அப்படினு சொல்லிட்டே இருக்காங்க. உங்களுக்கு பிடிச்சவங்களுக்காக பண்ணிட்டு போயிட்டே இருங்க. யாருமே ഉറപ്പിച്ച? അപ്പൊ എങ്ങനെ പോയിന്റ്? നീ കണ്ടെത്തില്ലേ? അപ്പൊ 2-0. Take me to a different. No, I don't believe that. I don't. But do you believe you're a pan-Indian star? No, I have nothing to do with Pan India. ചോദിച്ചില്ലല്ലോ എന്നോട്. സിമ്പിൾ ആയിട്ട് കണ്ടെത്താൻ പറ്റും, ആർക്കായിട്ട് കണ്ടെത്താൻ പറ്റും. ആ ചിരിയില് കിട്ടും. No, I don't believe that. I don't. But do you believe you're a pan-Indian star? No, I have nothing to do with Pan India. അയ്യോ, അല്ല, മലയാളം ഇൻഡസ്ട്രി, അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന ഒരു ആക്ടർ. ക്ലൂ ആണോ? ക്ലൂ, ആളുടെ വൈഫ് ആക്ട്രസ് ആണ്, മലയാളം ഇൻഡസ്ട്രി തന്നെയാണ്. പുള്ളി മലയാളത്തിൽ മാത്രമല്ല തമിഴിലും കന്നഡ, തെലുങ്കിലും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോ മുമ്പ് വന്നിട്ട് കുറേ നാള് ഗ്യാപ്പ് എടുത്തിട്ട് ഒരു തിരിച്ചുവരവ് വന്നതാണ്. ആ തിരിച്ചുവരവ് എന്ന് പറഞ്ഞാല് ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെയുള്ള തിരിച്ചുവരവ്, കംബാക്ക് എന്ന് പറഞ്ഞത് പോലെ കംബാക്ക്. നിങ്ങളുടെ കസേനെ. അയ്യോ, എന്നില്ല പോ. റൈറ്റ്. ഫഹദ് ഫാസിൽ. അയ്യോ, കിട്ടില്ലേ? അപ്പൊ 2-1. അറിയേണ്ട കാര്യമില്ല. I hate when people creep about their struggles. അയ്യോ, ഞാൻ ഈ ചലഞ്ച് വീഡിയോ കണ്ടപ്പോ ഭയങ്കര എളുപ്പം. പക്ഷേ ഇല്ലേ, നമ്മള് ഫോട്ടോ കണ്ടോണ്ട് വീഡിയോ കാണുന്ന പോലെ നല്ല വോയിസ് വെച്ചിട്ട് കണ്ടെത്താൻ ഭയങ്കര പാടാണ്. ഒന്നുകൂടി വെച്ചാൽ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാര് നിങ്ങൾ അനുഭവിക്കുന്ന വേദന അറിയേണ്ട കാര്യമില്ല. I hate when people creep about their struggles. അല്ലെങ്കിൽ ഈ സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരാൾക്ക് ക്ലൂവാ. ഈ അടുത്ത് നല്ലൊരു പടം ഇറങ്ങിയിട്ടുണ്ട്. ഉണ്ണിമുഖനാണ്. അപ്പൊ 2-2. ഞാനാകെ ഒരെണ്ണം പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അല്ല, ഞാൻ പറഞ്ഞപ്പോ മോക്ക് പറയാണ്ടിരുന്നപ്പോ മോക്ക് ഒരു പോയിന്റ് കിട്ടിയില്ലേ? ശരി. അപ്പൊ 2-2.
അടുത്തായിട്ടാ മലയാളം നടന്മാരെക്കാൾ ഇതല്ല. കൂടുതൽ തോന്നിയിട്ടുള്ളത് അന്യഭാഷാ നടന്മാർക്കാണ്. അങ്ങനെയൊന്നുമില്ല. നെവർ കാണിച്ചോളൂ. അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അയ്യോ എനിക്ക് മുഖം അറിയാൻ വയ്യ, പേരറിയാൻ വയ്യ. I know her face, but I don't know her name. നടന്മാരെക്കാൾ കരിഷ്മ കൂടുതൽ തോന്നിയിട്ടുള്ളത് അന്യഭാഷാ നടന്മാർക്കാണ്. ഇതല്ല. അങ്ങനെയൊന്നുമില്ല. നെവർ കാണിച്ചോളൂ. അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഏറ്റവും കൂടുതൽ എന്താ പറയാ ഭയങ്കര അനുരാഗ് അനുരാഗ് വിരോചനം അല്ല. അച്ഛനകമി അല്ല. അല്ല. കഴിഞ്ഞു. ആരാ? മഡോണ സെബാസ്റ്റ്യൻ. അപ്പൊ പോയിന്റ് 3, 2. ஆக்சுவலா சொல்லணும்னா ஃபாசில் சாரோட படங்கள் ரொம்ப பிடிக்கும். ஃபாசில் சாரோட படங்கள் வந்து we keep repeat watching. So அந்த மாதிரி I couldn't compare this film with any other film. But തമിഴാണ്. അത് മനസ്സിലായി. ഈ ആ ഒരു ക്ലൂ ആണ്. ആ ആളുടെ പേര് വെച്ചിട്ട് വേറൊരു നടനുണ്ടെന്ന് തമിഴില്. ആ പേര് വെച്ചിട്ട് അല്ല, ആ പേര് മൊത്തം വെച്ചിട്ടല്ല. ആ ആളുടെ പേരിന്റെ പകുതി കുറച്ച് ഫസ്റ്റ് ഭാഗം വെച്ചിട്ട് വിജയ് സേതുപതിയാണ്. ഉറപ്പിച്ച അയ്യോ തമിഴ് വെച്ചാലോ എനിക്ക്. சாரோட படங்கள் ரொம்ப பிடிக்கும். ஃபாசில் சாரோட படங்கள் வந்து we keep repeat watching. So அந்த மாதிரி I couldn't compare this film with any other film. But വിജയ് സേതുപതി അല്ല, എനിക്ക് ഡൗട്ട്. കാർത്തിക്കാണാ? കാർത്തിക്കാണാ? കാർത്തിക് നല്ല പേര്. കാർത്തികാണോ? ആണോ? അതൊരു ചാൻസ് കൊടുത്തോളൂ. അത് കുഴപ്പമില്ല. 4, 2 കേട്ടോട്ടെ. യാഗോസ്മയത്തി എന്തോ ഒരു വന്നേരെ നീ കേൾക്കൊണ്ടിരിക്കുന്നത് എന്ത് നമ്മൾ ഒരു കേട്ടിട്ട് ഞാൻ വന്നിട്ടില്ല. ഞാനില്ല ടോപ്പ് ഡ്രസ് വന്നത് നീ കണ്ടില്ലേ? നീ സൗണ്ട് അത്ര ശ്രദ്ധിക്കാതെ. അപ്പൊ എന്നോട് ചെല്ലണ്ടേ നീ ടോപ്പ് ഇട്ടെങ്കിൽ ഞാൻ മാറ്റിട്ട് വരുന്നില്ലേ? മഹിമ ആളുടെ സ്വന്തം നേറ്റീവ് ലാംഗ്വേജിൽ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോ. സംസാരിച്ചത് നല്ല കഴിവില്ലേ? കേട്ടിരിക്കുന്നതാണ്. ഓക്കെ. 3, 4. ഓക്കെ. 3, 4. ഇനിയൊക്കെ എളുപ്പം. അതെ, എത്ര നേരത്തെ എളുപ്പമായിരുന്നു. വന്നിട്ട് ഞാൻ വെള്ളം കുടിച്ച്. എന്റെ സുഹൃത്തുക്കളെ ഞാൻ ഭയങ്കര കൊണ്ട് നടക്കുന്ന ആളെ, എന്നെ ഭയങ്കര ഒരു എന്താ പറയാ ഒരു ട്രഷർ പോലെ ഞാൻ കൊണ്ട് നടക്കുന്ന എന്റെ റിലേഷൻസ് ആണ്. അതിപ്പം സിനിമ ഇത് നീ വേണോ? സുഹൃത്തുക്കളെ ഞാൻ ഭയങ്കര കൊണ്ട് നടക്കുന്ന ആളെ, ഭയങ്കര ഒരു എന്താ പറയാ ഒരു ട്രഷർ പോലെ ഞാൻ കൊണ്ട് നടക്കുന്ന എന്റെ റിലേഷൻസ് ആണ്. അതിപ്പം സിനിമ ഇതൊക്കെ എനിക്ക് ഉണ്ടാകുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ. ഞാൻ വെച്ചതൊക്കെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ അതൊക്കെ ഭയങ്കര പാടാ. എന്നാ ഞാൻ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂസ് ഇരുന്ന് കാണുന്ന ആളാണ്. പക്ഷെ എനിക്ക് സൗണ്ട് കിട്ടണില്ല. ഓക്കെ. ക്ലൂതാ. ഒരുവിധം ചെറുതിലേ തൊട്ട് അഭിനയിച്ചിട്ടുണ്ട്. സോങ്സ് നല്ല ഹിറ്റ് ആയിട്ടുണ്ട്. സുഹൃത്തുക്കളെ ഞാൻ ഭയങ്കര കൊണ്ട് നടക്കുന്ന ആളെ, ഭയങ്കര ഒരു എന്താ പറയാ ഒരു ട്രഷർ പോലെ ഞാൻ കൊണ്ട് നടക്കുന്ന എന്റെ റിലേഷൻസ് ആണ്. അത്യാവശ്യം നല്ല ആക്റ്റീവാ. ഇപ്പൊ ആക്ട്രസ് തന്നെയാണ്. പിന്നെ അത് ശരി കിട്ടണേ. ഇല്ല, കിട്ടണില്ല. അതെ, അനശ്വര. ഒരെണ്ണല്ലേ ഉള്ളൂ. ടൈ ബ്രേക്കർ എന്നല്ല, ഇതില് തീരുമാനിക്കും ആരാ ബെസ്റ്റ്. It's my signed copy for you. Oh, okay. Because that's sweet too. Yeah. Do you want to read what's written? Lots of love and blessings. Idla ara. Your new Ida. best friend Aishwarya Mohan Raj. It's a great book. Thank you. The signed copy. It's my signed copy for you. Oh, okay. Because that's sweet too. Yeah. Do you want to read what's written? Lots of love and blessings. Your new best friend Aishwarya Mohan Raj.
It's a ബോളിവുഡ് ആക്ടർ അല്ല, അല്ലേ? ബോളിവുഡ് ആക്ട്രസ് അല്ല. അതിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ ബോളിവുഡ് ആക്ട്രസ് ആയിട്ടല്ല. എന്താണ് ഏത് ആക്ട്രസ്? ഇന്ത്യയാണോ തെലുങ്കാണോ തമിഴാണോ? തമിഴും തെലുങ്കും. ഇത് വേണം. ആളുടെ തമിഴ് തെലുങ്കാണെങ്കിലും പുള്ളിക്കാരി മലയാളത്തിൽ ഒരൊറ്റ മലയാള സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അയ്യോ, ഒരു പ്രാവശ്യം കേൾപ്പിക്കാൻ പറ്റുമോ? Oh, okay. Because that's sweet too. Yeah. Do you want to be one? Lots of love and blessings. Your new best friend, Aishwarya Mohan Raj. It's a great. ഇതൊക്കെ ഭയങ്കര പാടാണല്ലോ. ആളുടെ ഫസ്റ്റ് മൂവിയില്ല, ചെറുതിൽ അഭിനയിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷെ ഒരുവിധം ആക്ട്രസ് ആയിട്ട് അഭിനയിക്കാൻ തുടങ്ങിയ ആ സിനിമ മലയാളത്തില് നന്നായി ഡബ് ചെയ്തിറങ്ങിയാൽ ഏറ്റവും ഹിറ്റ് സിനിമയാണ് അത്. ഞാൻ പറയില്ല. തമന്ന അഭിനയിച്ചിട്ടുണ്ടാ? പിന്നെ ദിലീപിന്റെ ഒപ്പം. എനിക്കൊരു ഡൗട്ട് ഉണ്ടായി മജേ. മനസ്സിലായി. എനിക്ക് അവന്റെ ഒരു കഥ കേൾപ്പില്ലേ? സൗണ്ടിനൊക്കെ ചെയ്യുന്നുണ്ട്, കുറച്ച് ബാസ് കൂടുതലാണ്. അപ്പ 5, 4 ഇതെന്തായാലും അയ്യാകും. എല്ലാവർക്കും അറിയില്ല ഞാനൊരു പാട്ട്, ഞാൻ എഴുതിയൊരു പാട്ട് സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതൊരു CD ആക്കിയിട്ട് പറഞ്ഞു പാട്ടുകൾ വെച്ചിട്ട് ഒരു ആൽബം പോലെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. അയ്യോ തമ്പുരാനെ, ഇതറിഞ്ഞൂടെ? എല്ലാവർക്കും അറിയില്ല ഞാനൊരു പാട്ട്, ഞാൻ എഴുതിയൊരു പാട്ട് സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി ചെറുപ്പത്തിലുണ്ട് അഭിനയിക്കണല്ലേ, കാവ്യമാധവനാണ്. സിമ്പിൾ. അല്ല, നമ്മുടെ ടൈല്ലേ ടൈ ബ്രേക്കർ വേണ്ടേ? അത് വേണ്ട, അത് എടുക്കാൻ വേണ്ട. വേണം ടൈ ബ്രേക്കർ ഒക്കെ. ഇപ്പൊ 5-5 നിൽക്കണേ. നോക്കട്ടെ, 5-5 ആയതുകൊണ്ട് നമ്മള് ടൈ ബ്രേക്കർ വെച്ചേക്കാണ്. ഇതും സെയിം കിട്ടണം. അതായത് വീണ്ടും ടൈം വരാണെങ്കിൽ നമ്മള് ഇത് നിർത്തും. നമ്മൾ രണ്ടുപേരും വിന്നേഴ്സ് ആയിട്ട് പ്രഖ്യാപിക്കും. ഓക്കെ, എന്തായാലും ആരായാലും കേൾപ്പിക്കണം. I'm speaking Kannada, example. അയ്യോ You're saying you don't have Kannada slang. അയ്യോ അത്രയും മതിയെന്ന്. അയ്യോ I'm speaking Kannada, example. They're saying you don't have Kannada slang. അയ്യോ എനിക്ക് നല്ല രശ്മിക അല്ലേ? തോറ്റിരിക്കുകയാണ്. ലുബിട്ടോൺ എന്ന് പറഞ്ഞൊരു ഷൂവിന്റെ കമ്പനി ഉണ്ട്. അവരിങ്ങനെ ഹീൽസ് ഉണ്ടാക്കും, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഈ റെഡ് ബോൾ പറയുന്ന സംഭവമാണ്. ഐ തിങ്ക് ഒരു ഷൂവിന് ഓൾമോസ്റ്റ് 1 lakhന്റെ അടുത്തൊക്കെ വരും. ഒന്ന് വാങ്ങാം. മലയാളിയാണല്ലേ? മലയാളിയാണ്. ഒന്നുകൂടെ വെക്കോ? ലുബിട്ടോൺ എന്ന് പറഞ്ഞൊരു ഷൂവിന്റെ കമ്പനി ഉണ്ട്. മറ്റേ ഹീൽസ് ഉണ്ടാക്കും, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പേരാണ് ഒരുമാതിരിത്തെ പേരത്. കിട്ടിയ മറ്റേ ചെറുതിലേക്ക് അഭിനയിച്ചിട്ടുണ്ടല്ലോ, എന്തോ സൂര്യല്ലേ? അനഘയല്ല, അങ്ങനെ എന്തോ ആണ്. സുരേന്ദ്രൻ അങ്ങനെ എന്തോ കറക്റ്റ് ഇല്ല. അനഘ സുരേന്ദ്രൻ അന്നീനൊന്നില്ല, എന്തോ കൺഫ്യൂഷനാണ്. അനഘ എന്നാണ് ഒന്ന് കൺഫ്യൂഷനാ. അപ്പോ രണ്ടുപേരും നമ്മൾ പറഞ്ഞല്ലോ, ഇനി ടൈ വരാണെങ്കിൽ കളി അവിടെ നിർത്തും, അല്ലെങ്കിൽ ഇങ്ങനെ നീണ്ടു പോകും തോന്നണം. അപ്പോ രണ്ടുപേരും വിന്നേഴ്സ് ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ തന്നെ കൈയടിക്കാനുള്ളൂ. അപ്പൊ നമ്മൾ തന്നെ കൈയടിക്കണം. പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോയുടെ അപ്പൊ അതുവരെ ബൈ അല്ല ലൈക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.